മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള സീരീസ് തുടരുകയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു പ്രഖ്യാപനം അദ്ദേഹം തേക്കിൻകാട് മൈതാനിയിൽ നടത്തിയതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആ പ്രഖ്യാപനം ആദ്യം കേൾക്കാം. हमने 1 रुपए में सुविधा सैनिटरी पैड्स की योजना शुरू की. ये किसे संभव बनाया? മോദിയുടെ ഗ്യാരണ്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അദ്ദേഹം അധികാരത്തിലേറിയതിന് ശേഷം രാജ്യത്തെ 10 മുതൽ 19 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്ക് ആർത്തവകാല ശുചിത്വത്തിന് വേണ്ടി 1 രൂപയ്ക്ക് സാനിറ്ററി പാഡ് നൽകുന്ന പദ്ധതി ആരംഭിച്ചു, അല്ലെങ്കിൽ അത് നടപ്പാക്കി. അതെങ്ങനെ നടപ്പാക്കി? അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം പറയുമ്പോൾ കോട്ടയത്തെ MP ആയ തോമസ് ചാഴിക്കാടൻ ലോക്സഭയിൽ ചോദിച്ചൊരു ചോദ്യത്തിന് 2023 മാർച്ച് 17 ആരോഗ്യ ക്ഷേമ വകുപ്പിൻ്റെ സഹമന്ത്രിയായ ഡോക്ടർ ഭാരതി പ്രവീൺ പവാർ നൽകിയ മറുപടി ഇങ്ങനെയാണ് തുടങ്ങുന്നത്. 10 മുതൽ 19 വയസ്സുവരെയുള്ള പെൺകുട്ടികളിൽ ആർത്തവകാല ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതി 2011 കേന്ദ്ര സർക്കാർ ആരംഭിച്ചതാണ്. പ്രത്യേകം ഓർക്കണം, 2011 2014 നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത്. 2011 എന്നാൽ 2ാം UPA സർക്കാർ ഭരിക്കുന്ന കാലം, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ 2ാം UPA സർക്കാർ. അതവിടെ നിൽക്കട്ടെ. 2022 ജൂലൈ 22 പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തിറക്കിയ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് മെൻസ്ട്രൽ ഹൈജീൻ എന്ന തലക്കെട്ടിലുള്ള വാർത്താക്കുറിപ്പ് അത് മറ്റൊരു തെളിവാണ്. 2022 വർഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിലേറി, അല്ലെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി തുടങ്ങിയതിന് ശേഷം 2014 മുതൽ 2022 വരെ എന്ന് പറയുമ്പോൾ 8 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമുള്ള വാർത്താക്കുറിപ്പാണ്. ആ വാർത്താക്കുറിപ്പ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: 2011 മുതൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത്. അതായത് ഈ മെൻസ്ട്രൽ ഹൈജീൻ, ആർത്തവകാല ശുചിത്വം മുൻനിർത്തി 10 മുതൽ 19 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ വിതരണം ചെയ്യുന്ന പദ്ധതി 2011 ആരംഭിച്ചതാണ് എന്ന് 2022 പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. ഈ 2011 ആരംഭിച്ച പദ്ധതി പ്രകാരം 6 രൂപയ്ക്ക് 6 നാപ്കിൻ പെൺകുട്ടികൾക്ക് നൽകുക എന്നതായിരുന്നു പദ്ധതി. അത് 2 തരത്തിൽ ആവിഷ്കരിച്ചിരുന്നു. ഒന്ന്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുട്ടികൾക്ക് പ്രത്യേക സ്കീം, അല്ലാത്ത കുട്ടികൾക്ക് മറ്റൊരു സ്കീം. അതിന് പല തരത്തിലുള്ള കാര്യങ്ങൾ 2010 മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടായിരുന്നു. അതിലൊരു സ്കീം, ഇത് തുടങ്ങുന്ന സമയത്തുള്ള സ്കീം എന്ന് പറയുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുട്ടികൾക്ക് 1 രൂപയ്ക്ക് 6 നാപ്കിൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള കുട്ടികൾക്ക് 5 രൂപയ്ക്ക് 6 നാപ്കിൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് പിന്നെ പദ്ധതി നടപ്പാക്കി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ 6 രൂപയ്ക്ക് 6 നാപ്കിൻ കൊടുക്കുക എല്ലാവർക്കും എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് ചെയ്തത്. ഈ സ്കീം തുടരുക മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത്. തുടരുമ്പോൾ അതിന് PM-BJP എന്ന ബാനർ ഉണ്ടാക്കി. PM-BJP എന്ന ബാനർ ഉണ്ടാക്കുന്നു. എന്നിട്ട് ജൻ ഔഷധി സുവിധ സ്കീം എന്ന പേരിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഈ സുവിധ സ്കീം നടപ്പാക്കിയത് എങ്ങനെയാണ്? അത് മോദി ഗ്യാരണ്ടിയാണ് എന്ന്. ഈ 2011 ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ, അതായത് ആർത്തവകാല ശുചിത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതി ആരംഭിക്കുമ്പോൾ, ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തിലെ ഗ്രാമങ്ങളിലെ സ്ത്രീകളിൽ അത്രയൊന്നും അവബോധം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ട്. അതായത് 2011 അപേക്ഷിച്ച് 2022 അല്ലെങ്കിൽ 2023 കണക്കെടുത്തു കഴിഞ്ഞാൽ ശതമാനക്കണക്കിൽ ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് അവബോധമുള്ള സ്ത്രീകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അങ്ങനെ വലിയ മുന്നേറ്റം അക്കാര്യത്തിലുണ്ടായിട്ടുണ്ട്. അത് ഈ പദ്ധതി കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല. പൊതുവിൽ ലോകകാര്യങ്ങളെക്കുറിച്ച്, ലോകത്ത് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച്, ശുചിത്വത്തെക്കുറിച്ചൊക്കെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടായിരിക്കുന്ന ബോധത്തിൻ്റെ ഭാഗമായി കൂടി സംഭവിക്കുന്നതാണ്. എങ്കിലും ഈ 2011 ആരംഭിച്ച ഈ പദ്ധതി വലിയ സംഭാവന ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. ആ പദ്ധതി 2011 ആരംഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് ഓർക്കേണ്ട കാര്യം കൂടിയാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. 2011 ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ അത് ഏതാണ്ട് പൂർണ്ണമായും കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിരുന്നു. അതായത് കേന്ദ്രത്തിൻ്റെ ആരോഗ്യ മന്ത്രാലയം പൂർണ്ണമായും ഫണ്ട് ചെയ്തുകൊണ്ട് നടപ്പാക്കിയൊരു പദ്ധതിയായിരുന്നു. പൈലറ്റ് പ്രൊജക്റ്റായിട്ട് 102 ജില്ലകളിൽ ആരംഭിക്കുകയും കേരളത്തിലുള്ള പല ജില്ലകളും ഉണ്ടായിരുന്നു. പാലക്കാട് ഉണ്ടായിരുന്നു, കണ്ണൂർ ഉണ്ടായിരുന്നു, അങ്ങനെ പല ജില്ലകളും കേരളത്തിലും ഉണ്ടായിരുന്നു. 102 ജില്ലകളിൽ രാജ്യത്ത് ആരംഭിച്ച ഒരു പ്രോജക്റ്റാണത്. അതങ്ങനെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ട് നടപ്പാക്കിയതാണ്. 2015-16 ആകുമ്പോൾ, 2015-16 എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള അടുത്ത സാമ്പത്തിക വർഷം, 2015-16 സാമ്പത്തിക വർഷമാകുമ്പോൾ
ഇത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി 2023 ജൂലൈയിൽ തോമസ് ചാഴിക്കാടൻ MP നൽകിയ മറുപടിയിലെ കാര്യമാണ് ഞാൻ ഈ ഉദ്ധരിക്കുന്നത്. 2015-16 26 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അത് നടപ്പാക്കുന്നത് ദേശീയ ആരോഗ്യ പദ്ധതിയുടെ ബജറ്റ് ഉപയോഗിച്ചോ ദേശീയ ആരോഗ്യ പദ്ധതിയുടെയും സംസ്ഥാനങ്ങളുടെയും സംയുക്തമായ സാമ്പത്തിക വിഹിതം ഉപയോഗിച്ചുള്ള ബജറ്റ് ഉപയോഗിച്ചുമാണ്. അതായത് നേരത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതി മാത്രമായിരുന്നു, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ബജറ്റ് ഉപയോഗിച്ച് മാത്രമായിരുന്നു നടപ്പാക്കിയതെങ്കിൽ 2015-16 മുതൽ അത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും പണം ഉപയോഗിച്ച് നടപ്പാക്കുന്ന ഒരു പദ്ധതിയായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ആരംഭിച്ചപ്പോൾ തന്നെ തീർത്തും സൗജന്യമായി നാപ്കിൻ വിതരണം ചെയ്യുന്ന മറ്റ് സംസ്ഥാനങ്ങളുമുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഉദാഹരണത്തിന് ഒഡീഷ അവിടുത്തെ സകല സ്കൂളുകളിലും, സർക്കാർ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അതുപോലെ മറ്റ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിദ്യാലയങ്ങൾ, ഇവിടെയൊക്കെ സൗജന്യമായിട്ട് നാപ്കിൻ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒഡീഷ സർക്കാർ. സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകളിൽ മാത്രമല്ല കേട്ടോ, കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നടന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ വരെ ഒഡീഷ സർക്കാർ, ഇത് ഒഡീഷ സർക്കാർ മാത്രമല്ല മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഇതുപോലെ സൗജന്യമായ നാപ്കിൻ വിതരണം നടക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഇത് ഞങ്ങളുടെ ഗ്യാരൻറ്റിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരാറില്ല. 2010 ആവിഷ്കരിക്കുകയും 2011 മുതൽ നടപ്പാക്കി തുടങ്ങുകയും ചെയ്തൊരു പദ്ധതി പേര് മാറ്റിയതിന് ശേഷം അതെൻ്റെ ഗ്യാരൻറ്റിയാണ് എന്ന് പറയുന്നത് തേക്കിൻകാട് മൈതാനിയിൽ BJPയുടെ യോഗത്തിലാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത്. അത് പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കല്ല, BJPയുടെ നേതാവ് എന്നുള്ള നിലയിലുള്ള പ്രസംഗമായി മാത്രം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞത് തികഞ്ഞ അല്പത്തമായിപ്പോയി എന്ന് പറയേണ്ടി വരും.